ശരീരം തളർന്നുപോയ 5 വയസ്സുകാരിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനായി കാരുണ്യ സർവീസ് നടത്തി ബസ്സുകൾ. വയനാട് കൽപ്പറ്റയിൽ നിന്ന് സർവീസ് നടത്തുന്ന ഒരു കൂട്ടം സ്വകാര്യ ബസ്സുകളാണ് കാരുണ്യത്തിന്റെ റൂട്ടിൽ ഓടിയത്. പുഴുതന വേങ്ങത്തോട് സ്വദേശി 5 വയസ്സുകാരി ഹെൻസ മെഹറിന് വേണ്ടിയാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. പുഴുതന നടുത്തൊടി വീട്ടിൽ ഫിറോസ് അസ്ന ദമ്പതികളുടെ മകൾ ഹെൻസ മെഹറിന്റെ ശരീരമാണ് തളർന്നുപോയത്. ജനിച്ചു 6 മാസത്തിനു ശേഷമാണ് ഇങ്ങനെയായത്. പോളിയോ വാക്സിനാണ് കുഞ്ഞിനെ തളർത്തിയത് എന്ന് കുടുംബം പറയുന്നു. ഹെൻസ മെഹറിന്റെ പിതാവ് ഫിറോസ് ത്വക്ക് രോഗം ബാധിച്ചോ ചികിത്സയിലാണ്. ഇവർക്ക് മികച്ച ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കൈത്താങ്ങാവുകയാണ് കൽപ്പറ്റയിലെ ഒരു കൂട്ടം ബസ്സുകൾ. ഈ ഒരു ഉദ്യമത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുകയും ഇതൊരു പ്രചോദനമായി നമുക്ക് നാട്ടിൽ ഇപ്പം ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ഏത് തരത്തിലുള്ള സഹായം, ധനസഹായമായാലും ആളുകൾക്ക് അതിനുള്ള ആ ഒരു ബോധം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതിയായ സന്തോഷമുണ്ട്. ജീവനക്കാർ വേതനം പോലും എടുക്കാതെയാണ് ഒരു ദിവസത്തെ മുഴുവൻ വരുമാനവും ബസ്സുകൾ ചികിത്സക്കായി നൽകിയത്. ഞങ്ങളുടെ റൂട്ടിലെ എല്ലാ ബസ്സും 9 ബസ്സും പാടെ കൂടി ഇന്നത്തെ ഒരു ദിവസത്തെ കളക്ഷനും പിരിച്ചിട്ട് അവിടെ ഏൽപ്പിക്കുക. നല്ല റെസ്പോൺസാണ്. കുട്ടികൾ വരെ 1 രൂപ തന്നെ എസ് ടി വരുന്ന അല്ലെങ്കിൽ 5 റുപ്യ വരുന്ന ഒരു കുട്ടികൾ വരെ 10 രൂപ, 15 രൂപ, 20 രൂപ, 50 രൂപ, 100 വരുന്ന കുട്ടികളുണ്ട് കേട്ടോ. എല്ലാവരും സപ്പോർട്ടാണ്. ഇങ്ങനെ ഇനിയും ഒരുപാട് മുമ്പോട്ട് എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും കൂട്ടായ്മയായിട്ട് നിൽക്കണമെന്ന് നമ്മുടെ പ്രതീക്ഷ. ഫിറോസിന്റെയും ഹെൻസ മെഹറിന്റെയും ചികിത്സക്ക് ഇനിയും ലക്ഷങ്ങൾ വേണം. കനിയുള്ളവർ കനിയണം. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.